നമ്മൾ ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകം അതിവേഗം മുന്നോട്ട് പോവുകയാണല്ലോ. എന്നാൽ ഈ ആധുനികതയൊന്നും തൊട്ടുതീണ്ടാത്ത, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അതേസമയം പേടിപ്പിക്കുന്നതുമായ ചില മനുഷ്യ വിഭാഗങ്ങൾ ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു ജീവിത രീതിയാണ് പപ്പുവ ന്യൂഗിനിയയിലെ ചില ഗോത്രങ്ങൾക്കുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന ഈ രാജ്യത്ത് 1000-ഓളം ഗോത്രങ്ങളുണ്ട്. ഇതിൽ ചില കൂട്ടർ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദഹിപ്പിക്കാനോ അടക്കം ചെയ്യാനോ തയ്യാറല്ല. പകരം മൃതദേഹം ഭക്ഷിക്കുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നത്. മരിച്ചവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. മൃതദേഹം പുഴുക്കൾ തിന്നു തീർക്കുന്നത് മോശമാണെന്നും മറിച്ച് അത് ഭക്ഷിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ആത്മാവ് തങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു. ശത്രുക്കളെ തോൽപ്പിച്ചാൽ അവരുടെ മാംസം കഴിക്കുന്നത് വിജയത്തിന്റെ അടയാളമായും ഇവർ കരുതുന്നു. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ലോകത്ത് ഇന്നും വേട്ടയാടി ജീവിക്കുന്ന യഥാർത്ഥ ഗോത്രങ്ങളിൽ ഒന്നാണ് ടാൻസാനിയയിലെ ഹഡ്സ വിഭാഗം. ആയിരക്കണക്കിന് വർഷങ്ങളായി കിഴക്കൻ ആഫ്രിക്കൻ പുൽമേടുകളിൽ ഇതേ രീതിയിൽ ജീവിച്ചു പോരുന്ന ഇവർക്ക് കൃഷി ചെയ്യാനോ പശുക്കളെ വളർത്താനോ അറിയില്ല. കാട്ടിലെ തേനും വേട്ടയാടി കിട്ടുന്ന മാംസവുമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. രസകരമായ കാര്യം, ഇവർ ഒരു പ്രത്യേക പക്ഷിയുമായി സംസാരിക്കുമെന്നതാണ്. ഗ്രേറ്റർ ഹണിഗഡ് എന്ന ഈ പക്ഷി തേൻകൂടുകൾ എവിടെയുണ്ടെന്ന് ഇവർക്ക് കാട്ടിക്കൊടുക്കും. പക്ഷിയുമായി സഹകരിച്ച് തേൻ ശേഖരിക്കുന്ന ഇവരുടെ രീതി ശാസ്ത്രലോകത്തെ പോലും അമ്പരിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ ദഹനശേഷിയും അത്ഭുതകരമാണ്. നമുക്കൊന്നും ദഹിപ്പിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ പോലും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ കഴിക്കാൻ സാധിക്കും. ഇനി ആമസോൺ വനങ്ങളുടെ ആയങ്ങളിലേക്ക് പോയാൽ അവിടെ ഹുവാറോണി എന്ന നിഗൂഢമായ ഒരു ഗോത്രത്തെ കാണാൻ സാധിക്കും. ലോകത്തെ മറ്റൊരു ഭാഷയുമായും ബന്ധമില്ലാത്ത ഒരു പ്രത്യേക ശൈലിയാണ് ഇവർ സംസാരിക്കുന്നത്. മരത്തിന് മുകളിലെ കുരുങ്ങുകളെയും പക്ഷികളെയും വേട്ടയാടുന്നതിൽ ഇവർ അസാമാന്യ കഴിവുള്ളവരാണ്. ബ്ലോഗണ്ടുകൾ അഥവാ ഊത്തുകുഴലുകൾ ഉപയോഗിച്ച് വിഷം പുരട്ടിയ അമ്പുകൾ ഏതാണ് ഇവർ വേട്ടയാടുക. കാടിനെ ജീവനായി കാണുന്ന ഇവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മരം വെട്ടുകാരും പെട്രോളിയം ഖനന കമ്പനികളും കടന്നു കയറുന്നത് ഇന്ന് ഇവരുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തും ഇതുപോലെ നിഗൂഢമായ ഒരു സ്ഥലമുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ നോർത്ത് സെന്റിനൽ ദ്വീപിൽ കഴിയുന്ന സെന്റിനലിസ് ഗോത്രക്കാരാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇവർക്കില്ല. 2006 അവിടെ അബദ്ധത്തിൽ കരക്കടിഞ്ഞ മീൻപിടുത്തക്കാരെയും 2018 ഇവരെ മാറ്റാൻ ചെന്ന ജോൺ അലൻ ചൗ എന്ന അമേരിക്കക്കാരനെയും ഇവർ കൊലപ്പെടുത്തിയിരുന്നു. പുറത്തുള്ളവരുടെ രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവർക്കില്ലായതിനാൽ ഒരു ചെറിയ ജലദോഷം പോലും ഈ ഗോത്രത്തെ മുഴുവനായി ഇല്ലാതാക്കാൻ കാരണമായേക്കാം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ഈ ദ്വീപിലേക്കുള്ള യാത്ര കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ആഫ്രിക്കയിലെ കെനിയ, ടാൻസാനിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മസായി ഗോത്രക്കാർ മറ്റു ഗോത്രങ്ങളിൽ നിന്നും വ്യത്യസ്തരാകുന്നത് അവരുടെ ഉയരം കൊണ്ടും ശാരീരിക കരുത്തുകൊണ്ടുമാണ്. ഇവർക്ക് പശുക്കൾ വെറും മൃഗങ്ങളല്ല, മറിച്ച് വലിയ സമ്പത്ത് അന്തസ്സുള്ളവരാണ്. ഒരാളുടെ പക്കൽ എത്രത്തോളം പശുക്കൾ ഉണ്ടോ അത്രത്തോളം വലിയ ആളായിട്ടാണ് അയാളെ കാണുന്നത്. ഇവരുടെ അധമു എന്ന ചാട്ടം ലോക പ്രശസ്തമാണ്. കൈകൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് കാലുകളുടെ കരുത്തിൽ മാത്രം വായുവിലേക്ക് ഉയരത്തിൽ ചാടിക്കൊണ്ട് യുവാക്കൾ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്നു. മരിച്ച മൃഗങ്ങളുടെ രക്തവും പാലും ചേർത്തുള്ള ഇവരുടെ ഭക്ഷണ രീതിയാണ് ഇവർക്ക് ഇത്രയേറെ ശാരീരിക ശേഷി നൽകുന്നത്. മരയിപ്പിക്കുന്ന തണുപ്പുള്ള രാജ്യങ്ങളിലുള്ള മനുഷ്യർ ഗോത്ര രീതിയിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. സൈബീരിയയിലെ കൊടും തണുപ്പിൽ അതിജീവിക്കുന്ന ചുക്സികൾ ഇതിനൊരു ഉദാഹരണമാണ്. റെയിൻഡിയർ എന്ന മൃഗത്തെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതം മുഴുവനും. 18-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ഇവരെ കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായി പൊരുതി തങ്ങളുടെ നാടിനെ സംരക്ഷിച്ച ചരിത്രമാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ കോംഗോ വനങ്ങളിലെ പഗ്മികളും സവിശേഷമായ ശാരീരിക പ്രകൃതിയുള്ളവരാണ്. ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ ഈ മനുഷ്യർക്ക് കാട്ടിലെ വള്ളിച്ചെടികൾക്കിടയിലൂടെ അതിവേഗം നീങ്ങാനും മൃഗങ്ങളെ വേട്ടയാടാനും ഈ ചെറിയ ശരീരം വലിയ ഗുണമാണ് നൽകുന്നത്. മാറുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാത്ത സ്വന്തം വേരുകളും പ്രകൃതിയും മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഈ ഗോത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.